കേട്ട് കഴിഞ്ഞാൽ തമാശയായിട്ട് തോന്നും. ഒരാൾ മണി മാഗ്നറ്റ് വാങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കുകയാണ്, ചേട്ടാ ഇത് വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു, എനിക്ക് കാശ് വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ ജോലിക്ക് പോയിരുന്നു, ഇപ്പൊ നിർത്തിയെന്ന്. ഇത് മേടിച്ചത് കൊണ്ട് ആള് നിർത്തിയെന്ന് പറയണ്ടേ, ഇത് കമ്മട്ടല്ല ഞാൻ തന്നത്. ഒരു കൈ നോക്കുന്ന ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയാം, പെൺകുട്ടികളെ ആകർഷിക്കാനുള്ള ഒരു മോതിരമുണ്ട്, ഇത് മേത്ത് ധരിച്ചാൽ മതി. അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഒറിജിനൽ ഉള്ളതാണ്. ഞാൻ ഇതിന്റെ തന്നെ ഫേക്ക് ഐറ്റംസും കണ്ടിട്ടുണ്ട്. മരത്തിന്റെ പൊടിയിൽ നമ്മൾ ഇത് ഉണ്ടാക്കും. ഒരു സെക്കൻഡ് ഇടാ, അത് താങ്കളുടെ ഭാഷാ ശൈലിയുടെ ആയിരിക്കും. മരത്തിന്റെ പൊടി വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന പറയുന്നത്, നമ്മളെന്ന് പറയുന്നത് ഇദ്ദേഹം അല്ല കേട്ടോ, ഇങ്ങനെ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ആക്ച്വലി ഇത് കുഴിച്ചെടുക്കുന്നതാണ്. പക്ഷെ ഇവിടെ ആരും എന്താ അങ്ങനെ ട്രൈ ചെയ്യാത്ത? അതുകൊണ്ടാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ വീട്ടിൽ ടൈൽസ് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ഒക്കെ പതിപ്പിക്കുമല്ലോ. ടൈലിൽ കിടന്നാൽ വാദം അല്ലെങ്കിൽ മേൽവേദന വരും, ഗ്രാനൈറ്റ് കുഴപ്പമില്ല എന്ന് പറയും. അതെങ്ങനെയാണ് വരുന്നത്? ആ കല്ല് നമ്മളിൽ എഫക്ട് ചെയ്യുന്നതല്ലേ. എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെ ഒരു എനർജി ഉണ്ട്. പക്ഷെ ഇത് ചെറിയ രീതിയിലാണെങ്കിൽ പോലും സ്ഥിരമായിട്ട് നമ്മൾ അത് ടച്ച് ചെയ്തിടുമ്പോൾ അതിന്റെ ആ ഒരു എനർജി നമുക്ക് കൂടി പാസ് ചെയ്ത്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഒരു സ്പെഷ്യലായിട്ടൊരു അതിഥിയാണ്. ഇപ്പോൾ ഒരു ട്രെൻഡാണ് പലതരത്തിലുള്ള സ്റ്റോണുകൾ, ഫാൻസി സ്റ്റോണുകളാവാം, സ്പിരിച്വൽ ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. പലതരത്തിലുള്ള സ്റ്റോണുകൾ ആഭരണങ്ങളിലെല്ലാം പതിപ്പിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിരിക്കുക. പല സെലിബ്രിറ്റികളും പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ഇതൊക്കെ ഏതാണ് ഈ കല്ലുകളൊക്കെ എന്ന്. പക്ഷേ ഇത് പലതരത്തിലെ ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ട്. ഓൺലൈനിലൊക്കെ പോയിട്ട് ബുക്ക് ചെയ്ത് ക്വാളിറ്റി ഇല്ലാത്തത് മേടിച്ച് അധിക പൈസ കൊടുത്ത് ഇങ്ങനെ ഒരുപാട് പേര് വഞ്ചിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കറക്റ്റ് കാര്യം അറിയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്നത് കുറച്ച് വർഷങ്ങളായിട്ട് ഈ സ്റ്റോണിൻ്റെ എല്ലാം ബിസിനസ് ചെയ്യുന്ന, രുദ്രാക്ഷങ്ങൾ ഇങ്ങനെയുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്ന നമ്മുടെ ഒരു സുഹൃത്താണ്. നമ്മുടെ സ്വന്തം വിഭ കളക്ഷൻസിൻ്റെ ഓണറാണ് മിഥുൻ. നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. ശരിക്ക് ഇപ്പം നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കല്ലുകളുണ്ടോ ഇതിൽ, ഈ കൂട്ടത്തിൽ? കേരളത്തിൽ നിന്ന് ആക്ച്വലി സ്റ്റോൺസ് കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ സെയിൽ ചെയ്യുന്ന സ്റ്റോൺസ് എല്ലാം പുറത്തുനിന്ന്, കൂടുതലും ഗുജറാത്തിൽ നിന്ന് വരുന്നതാണ്. ഗുജറാത്തിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ. ഈ ഗുജറാത്തിൽ നിന്നാണ് മെയിനായിട്ട് ഇങ്ങോട്ടേക്ക്? അതെ, ഗുജറാത്ത്, രാജസ്ഥാൻ ഏരിയ എന്നാണ്. ഈ സ്റ്റോണുകളുടെ എല്ലാം ഇത് എന്താണ് ശരിക്കും മാത്രമല്ല നമ്മൾ അണിയുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ആക്ച്വലി ഇപ്പോൾ അതിൻ്റെ ഒരു സ്പിരിച്വൽ ലെവലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോൺസ് മാത്രമല്ല, ഏതൊരു വസ്തുവിനും അതിൻ്റേതായിട്ടുള്ളൊരു എനർജി സ്റ്റോറേജ് ഉണ്ടാവും. അതിൽ തന്നെ കല്ലുകൾ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് കാലം ഭൂമിയിൽ നിലനിൽക്കുന്ന വസ്തുക്കളാണ്. ഇപ്പോൾ ലാവ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മൾ അഗ്നിപർവ്വതത്തിൽ നിന്ന് ലാവ വന്ന് തണുത്തുറയുന്ന പാറ കട്ട് ചെയ്തെടുക്കുന്നതാണ്. അതുപോലെ ഇപ്പോൾ ടൈഗർ ഐ എന്ന് പറയുന്ന ഒരു സ്റ്റോൺ, അതൊരു മെറ്റാമോർഫിക് റോക്കാണ്. അപ്പോൾ ഈ പാറകൾ ഒരുപാട് കാലം നിലനിൽക്കുമ്പോൾ അതിലൊരു എനർജി സ്റ്റോറേജ് ഉണ്ടാവും. സോ അത് ഉപയോഗിക്കുന്ന ആളിലും അത് സ്പർശിച്ച് യൂസ് ചെയ്യുന്ന ആളിലും അത് പാസ് ചെയ്യുന്നു എന്നുള്ളൊരു വിശ്വാസം. വർഷങ്ങളായിട്ട് നിൽക്കുന്ന പാറകൾക്കുള്ളിലാണ് ഈ എനർജി സ്റ്റോർ ചെയ്യുന്നത്. അപ്പം നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഈ കല്ലിനകത്ത് അങ്ങനെ ഒരു എനർജി സ്റ്റോറേജ് ഉണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇത് ആക്ച്വലി അതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പ്രോപ്പറായിട്ട് ഓരോ സ്റ്റോൺസ്, അത് ഇന്നോ ഇന്നലെയോ അല്ല, ഒരുപാട് കാലം മുമ്പ് തന്നെ നമ്മളത് നോക്കി മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന സ്റ്റോണുകൾക്ക് ഇന്ന എനർജി വൈബ്രേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം. അങ്ങനെയാണ് അത് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്പിരിച്വൽ വാല്യൂ മാത്രമല്ല, നമ്മൾ പറയുന്നത് തന്നെ സ്പിരിച്വൽ ആൻഡ് ഫാഷനബിൾ എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു സിനിമ ഫീൽഡിലാണെങ്കിലും അതല്ലാതെ എല്ലാ ഒരു ഫീൽഡിലും ആൾക്കാർ വളരെ കോമൺ ആയിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ എയ്തർ വേ, ലൈക്ക് സ്പിരിച്വൽ ആയിട്ട് നോക്കുകയാണെങ്കിലും അതല്ല ഫാഷനബിൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വൃത്തിയായിട്ട് യൂസ് ചെയ്യാം. അതിന് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ എങ്ങനെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഒറിജിനൽ പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് പറഞ്ഞിരുന്നത് മേടിക്കുന്നവർക്ക് സ്പിരിച്വൽ ആയിട്ട് വേണമെങ്കിൽ മേടിക്കാം, ഇനി ഫാഷൻ ആയിട്ടാണെങ്കിൽ അങ്ങനെ മേടിക്കാം. ഈ ആരെങ്ങനെ മേടിച്ചാലും ക്വാളിറ്റി ഉള്ളത് നമ്മൾ തരും. അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഓക്കെ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് പർച്ചേസ്, ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്? ഇപ്പോൾ താങ്കളുടെ സ്ഥാപനത്തിൽ ഇത് വെക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്? ആക്ച്വലി ഈ പ്രൊഡക്ട്സ് എല്ലാം ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഗുജറാത്ത്, രാജസ്ഥാൻ, ഋഷികേശ് എല്ലാം യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ രുദ്രാക്ഷം അല്ലെങ്കിൽ കരിങ്ങാലി സ്റ്റോൺസ് ഇതെല്ലാം നോർത്തിൽ കുറച്ചും കൂടെ അബണ്ടൻ്റ് ആയിട്ട് അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിൽ അത് കൂടുതലും ജ്വല്ലറികൾ മുഖേനൊക്കെയാണ് കൂടുതലും ലഭിച്ചിരുന്നത്. അപ്പോൾ അത് കുറച്ചധികം പൈസയാണ് നാട്ടിൽ കിട്ടുന്നതിന്. സോ ഇതെങ്ങനെ നമുക്ക് കുറച്ചും കൂടെ അഫോർഡബിൾ പ്രൈസിൽ ജെന്യൂൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഇവിടെ എത്തിക്കാം എന്നുള്ളൊരു ആലോചനയിൽ നിന്നാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പോൾ ഓരോ പ്രൊഡക്റ്റും ഇപ്പോൾ ലൈക്ക് നമ്മുടെ കയ്യിലുള്ള സ്റ്റോൺസ് ആണെന്നുണ്ടെങ്കിൽ ഗുജറാത്ത് രാജസ്ഥാൻ ഏരിയകളിൽ നിന്ന്, രുദ്രാക്ഷം നമ്മൾ കൊണ്ടുവരുന്നത് നേപ്പാൾ ബീഡ്സ് ഋഷികേശിൽ നിന്ന് ഡയറക്റ്റ് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അതുപോലെ കരിങ്ങാലി തമിഴ്നാട്ടിൽ നിന്ന് പ്രോപ്പർ കരിങ്ങാലി വുഡ് നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. രക്തചന്ദനത്തിന്റെ ഏറ്റവും കൂടുതൽ അതിൽ ഫേക്ക് വരുന്നൊരു ഐറ്റമാണ്. നമ്മൾ കേരള ഗവൺമെന്റുമായിട്ട് ഡയറക്റ്റ് മറയൂരിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്നിട്ടാണ് ചെയ്യുന്നത്. പിന്നെ തുളസിയുടെ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വൃന്ദാവൻ സൈഡിൽ നിന്ന് UP നിന്നാണ് ഡയറക്റ്റ് കൊണ്ടുവരുന്നത്. കാരണം തുളസി എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്നതിൽ പലതും ഈ വാഗയുടെ ഒക്കെ മരങ്ങളാണ്, വെള്ള കളറിലുള്ള. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റും പ്രോപ്പർ ജെനുവിൻ നമ്മൾ കണ്ട് പരിശോധിച്ച് എത്തിക്കുന്നതാണ്. ഈ തുളസിയുടെ എന്താ പ്രൊഡക്റ്റ് വരുന്നത്? തുളസി ആക്ച്വലി അതിൻ്റെ മാലകളും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റുമാണ്. അത് കോമൺ ആയിട്ട് കൃഷ്ണ ഡിവോട്ടീസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളതിൻ്റെ ഒറിജിനൽ പ്രൊഡക്ട്സ് UP വൃന്ദാവൻ സൈഡിൽ നിന്ന് കൊണ്ടുവരുന്നത്. ആക്ച്വലി തുളസിയുടെ മാല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൽ പകുതിയിലധികവും വാഗയിലൊക്കെ വരുന്ന പ്രൊഡക്ട്സാണ്, ഫേക്ക് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. കാരണം തുളസി അത്രയും കിട്ടാനും അത് പ്രോസസ്സ് ചെയ്തെടുക്കാനും കുറച്ച് പാടാണ്. അതിൻ്റെ പ്രോപ്പർ ജെന്യൂൻ ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് എത്തിക്കുന്നു. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഈ തുളസി എന്ന് പറയുമ്പോൾ അത് വളരെ നേർത്ത ഒരു ചെടിയാണ്. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ ഒരു മാല? നമ്മൾ കണ്ടേക്കുന്ന മാല പച്ച ഇല വെച്ച് ഉണ്ടാക്കി ഇടുന്ന ഒരു മാലയാണ്. അല്ലാതെ നമുക്ക് സ്ഥിരം യൂസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇത് അതിന്റെ കമ്പ് എന്നാണ് എടുക്കുന്നത്. കമ്പ് പ്രോസസ് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ ബീഡ്സ് ആയിരിക്കും. ആക്ച്വലി മറ്റു ആഭരണങ്ങളെ അപേക്ഷിച്ച് ഇതിന് ലാസ്റ്റിംഗ് കുറവായിരിക്കും. പക്ഷേ നമുക്ക് പറയാം ഇത് തുളസി വെച്ചിട്ടുള്ള ഒരു മാലയാണെന്ന് പറയാം. എത്ര നാളെ നിൽക്കുന്ന നമുക്കൊരു ഇത് പറയാനില്ല. പക്ഷെ അതൊരു ഫാൻസി ഇതല്ലേ? ഫാൻസി ആയിട്ടല്ല, അതിൻ്റെതായിട്ടുള്ള ഒരു സ്പിരിച്വൽ പുരാണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അതുകൊണ്ടാണ് അത് വിശ്വാസമുള്ളവർ അങ്ങനെ യൂസ് ചെയ്യുന്നത്. ശരിക്കും അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ അടുത്ത് വരാം അല്ലേ? അത് എന്തോ പ്രൊഡക്ട്സ് കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ കാണിച്ചു തരാം. ലൈക്ക് ഇതെല്ലാം തുളസിയിൽ വരുന്ന മാലകളാണ്. അപ്പോൾ ഇതതിൻ്റെ കമ്പ് കട്ട് ചെയ്ത് പ്രോസസ് ചെയ്ത് വരുന്നതാണ്. ഈ ലോക്കറ്റും തുളസി തന്നെ. ഞാൻ വിചാരിച്ച് കണ്ടപ്പോൾ ഇതെങ്ങനെ ഇത്ര നൈസ്. ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത്. തുളസിയിലെ മാലയാണ് ഈ ലോക്കറ്റ് വരുന്നത്. അതും തുളസിയുടെ കമ്പിൽ നിന്ന് എടുക്കുന്നതാണ്. കട്ട് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. ഇത് അവിടുന്ന് തന്നെ നമ്മൾ നോർത്തിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതാണ്. ഇതിനൊക്കെ എന്ത് വില വരും? ഇതിനൊരു 250, 350. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കൂടുതലും അഫോർഡബിൾ ആയിട്ട് ജെന്യൂൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു ഐഡിയോളജിയാണ്. ശരിക്കും ഇത് ഇങ്ങനെ ആക്കി എടുക്കണമെങ്കിൽ എന്ത് കഷ്ടപ്പാടുണ്ട്. എന്നിട്ട് 250 കൊടുക്കണമെങ്കിൽ അത് ഒട്ടും കുറവല്ല. അടിപൊളി. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഇതുപോലെ എന്തൊക്കെ വെറൈറ്റീസ് നമ്മുടെ ഉള്ളത്? പിന്നെ അതുപോലെ ഇപ്പൊ കരിങ്ങാലി ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ്. കരിങ്ങാലി ഉണ്ടോ കയ്യില്? കാണിക്കൂ. കരിങ്ങാലി വെച്ച് എന്താ നമ്മൾ ചെയ്തേക്കുന്നത്? കരിങ്ങാലിയിൽ നമുക്ക് വരുന്നത് മെയിൻലി മാല, ബ്രേസ്ലെറ്റ്, അതുപോലെ തന്നെ ഇത് ചെമ്പിൽ കെട്ടിച്ചാണ്. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നമ്മളിപ്പോൾ ഒരു ഉത്സവപ്പറമ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇതിൻ്റെയൊക്കെ കോപ്പി ഉണ്ട്. എല്ലാവരും മേടിച്ചിങ്ങനെ കയ്യിലിടുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതെങ്ങനെ മനസ്സിലാവും നമുക്ക് ഇത് ഒറിജിനലാണോ? 2-3 വേ ഉണ്ട്. ഒന്ന് നമുക്ക് മെയിൻ ആയിട്ട് മനസ്സിലാവുന്നത് ഇത് കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അകവും കംപ്ലീറ്റ് ബ്ലാക്ക് ആയിരിക്കും. ഈ കരിങ്ങാലിയുടെ? അതെ, ഒറിജിനൽ കരിങ്ങാലിയുടെ. കാരണം അത് ആ മരത്തിന്റെ മെച്ചൂർഡ് ആയിട്ടുള്ള വുഡിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കുന്നതാണ്. സോ അതിന്റെ ഇൻസൈഡ് സെയിം മരത്തിന്റെ അതുപോലെ തന്നെ ബ്ലാക്ക് കളർ ആയിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ താഴ്ന്നു കിടക്കും. വെയിറ്റ് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? മെയിൻ ആയിട്ട് അത് കട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. കട്ട് ചെയ്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നവർക്ക് നമ്മൾ എക്സ്ട്രാ ബീഡ്സ് കൊടുക്കും. കാരണം ഇപ്പോൾ സർട്ടിഫിക്കേഷൻ ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു സാധനമാണ്. എല്ലാ സാധനത്തിനും തീർച്ചയായിട്ടും നമ്മുടെ അടുത്തും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടോ. പക്ഷേ ആക്ച്വലി ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. കുറച്ച് പ്രീമിയം ആയിട്ടുള്ള, ഇപ്പോൾ നമ്മുടെ ബർത്ത് സ്റ്റോൺസ് ഒക്കെ ഉണ്ടല്ലോ, റൂബി, എംറാൾഡ്, അതുപോലുള്ള ഐറ്റംസിന് ആഭരണങ്ങളായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സർട്ടിഫൈഡ് ആയിട്ട് കൊടുക്കാറുണ്ട്. ബാക്കി ഐറ്റംസിന് നമ്മൾ അങ്ങനെ സർട്ടിഫിക്കേഷൻ പ്രോപ്പറായിട്ട് അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് വേണോ അതോ ജസ്റ്റ് സർട്ടിഫിക്കേഷനോട് കൂടിയിട്ട് ജസ്റ്റ് ഒരു സാധനം കിട്ടിയാൽ മതിയോ എന്നുള്ളത്. കാരണം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടും ഫേക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരുന്നു എന്ന് പറഞ്ഞ് മറ്റ് ഞാൻ ആരെയും മോശമായിട്ട് പറയുന്നതല്ല, വേറെ ചില സൈറ്റിന്നോ കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഓർഡർ ചെയ്തിട്ട് പലരും നമ്മുടെ അടുത്ത് പറയാറുണ്ട് ഇതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു പക്ഷേ പ്രൊഡക്റ്റ് ഫേക്ക് ആയിരുന്നു. ഞാൻ പറയുന്നത് നമ്മളുടെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് ഒറിജിനൽ അല്ല അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് തിരിച്ചയച്ചോളൂ. ഒരുപാട് ടൈം കഴിഞ്ഞിട്ടല്ല, ഒരു 2-3 ദിവസത്തിൽ നിങ്ങൾക്ക് ഇത് ഒറിജിനൽ അല്ല എന്നൊരു ഫീൽ തോന്നുകയാണെങ്കിൽ തിരിച്ചയച്ചോളൂ, നമ്മൾ റീഫണ്ട് ചെയ്യും.
അത്ര ഉറപ്പ് നമ്മൾ കൊടുക്കുന്നത്, അത്രയും ഉറപ്പ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ആണോ വേണ്ടത്, ജെന്യൂൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണോ വേണ്ടത്, അത്രയും നമ്മൾ ചോദിക്കും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ തുളസിമാല ഇതുപോലെ എന്തൊക്കെ വെറൈറ്റീസ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്? നമുക്ക് രുദ്രാക്ഷത്തിന്റെ മാലകള്, അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്, ബീഡ്സ്, പല മുഖങ്ങളിലുള്ള ബീഡ്സ്, അതിന്റെ ചെറിയ ലോക്കറ്റ്സ്, ഇതെല്ലാം വരുന്നുണ്ട്. പിന്നെ അതുപോലെ റെഡ് സാൻഡിലും മാല, ബ്രേസ്ലെറ്റ് ഇതെല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇനി രുദ്രാക്ഷത്തിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും രുദ്രാക്ഷം ഇന്ത്യയിൽ എവിടെ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്? ഇത് കൂടുതലായിട്ട് ഇന്ത്യയിൽ നോർത്തിലാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇന്ത്യയിലേക്കും വാണിജ്യാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് നേപ്പാളിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർ തന്നെ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, നേപ്പാൾ ബീഡ്സ് കിട്ടുമോ, നേപ്പാൾ ബീഡ്സ് എന്നുള്ള രീതിയിലാണ്. വ്യത്യാസമുണ്ടോ? ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ടോ? ഇന്ത്യനെക്കാട്ടിയും ക്വാളിറ്റി ഉള്ളതാണോ നേപ്പാളിൽ നിന്ന് വരുന്നത്? അത് അവിടുത്തെ ക്ലൈമറ്റിന്റെയും അവിടുത്തെ മണ്ണിന്റെയും ഇങ്ങനെ വിൽക്കാനായിട്ട് തന്നെ കൃഷിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മൾ ഋഷികേശ് ഉണ്ടായിരുന്ന സമയത്ത് ഡയറക്റ്റ് അവിടുന്ന് കണ്ട് നേപ്പാളിൽ നിന്ന് കൊണ്ടുവരുന്ന ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിക്കുന്നത്. നമുക്കിപ്പോൾ നാട്ടിൽ പലപ്പോഴും ചില സമയത്ത് കിട്ടും, ഞാൻ ഇതിന്റെ തന്നെ ഫേക്ക് ഐറ്റംസും കണ്ടിട്ടുണ്ട്. മരത്തിന്റെ പൊടിയിൽ നമ്മൾ ഇത് ഉണ്ടാക്കും, രുദ്രാക്ഷം ഉണ്ടാക്കുന്നുണ്ട്. അച്ചുകൾ വെച്ച് മരത്തിന്റെ പൊടിയിൽ ഉണ്ടാക്കും. അപ്പോൾ അത് ചിലപ്പോൾ ഒരു സെക്കൻഡ്, അത് താങ്കളുടെ ഭാഷാ ശൈലിയുടെ ആയിരിക്കും. മരത്തിന്റെ പൊടി വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന പറയുന്നത്, നമ്മളെന്ന് പറയുന്ന ഇദ്ദേഹം അല്ല കേട്ടോ, ഇങ്ങനെ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, പറയൂ. മരത്തിന്റെ പൊടി വെച്ച് ഫേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. മരത്തിന്റെ പൊടിയിൽ ഇതിന്റെ ഫേക്ക് രുദ്രാക്ഷങ്ങൾ നാട്ടിൽ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പൊ അത് ചിലപ്പോൾ ചെറിയ പൈസക്ക് കിട്ടും, ഇപ്പോൾ വളരെ കുറഞ്ഞ പൈസക്ക് കിട്ടും. മനസ്സിലാവില്ല, ഫിനിഷിംഗ് ഉണ്ടാവും, മനസ്സിലാവില്ല. കാരണം ഒരേപോലെ ആയിരിക്കും. അത് ഈട് നിൽക്കും ചെയ്യും, കാലങ്ങളോളം നിൽക്കും, നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ അതും നമുക്ക് മനസ്സിലാണെങ്കിൽ കട്ട് ചെയ്ത് നോക്കണം. കട്ട് ചെയ്ത എങ്ങനെയാ ഒരു രുദ്രാക്ഷ ഒറിജിനൽ ആണെന്ന് മനസ്സിലാവും? കായാണെന്നുള്ളത് നമ്മൾ സാധാരണ ഒരു കായാണ്, ഒരു മരത്തിന്റെ കായ എങ്ങനെ ഉണ്ടാവും, അകത്ത് വേരുകൾ പോലെ ചെറിയ അതുപോലെ ഉണ്ടാവും. അതാണ്. മറ്റേതാണെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മരം പോലെ പൗഡർ മനസ്സിലാവും. ഓക്കെ ഓക്കെ. ഈ രുദ്രാക്ഷത്തിൽ ഇതിന്റെ എന്താ പറയാ ക്വാളിറ്റി ആണോ, ഇതിന്റെ എമൗണ്ട് കൂടുന്നത് മുഖങ്ങള്, ഫേസസ്, ഓരോ മുഖം? അതെ, ഇത് ഒരു മുഖം മുതൽ ലൈക്ക് 10 മുഖം വരെയാണ് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്നത്. പക്ഷേ 21 മുഖം വരെയൊക്കെ ഉണ്ട്. 21 മുഖമുള്ള രുദ്രാക്ഷം ഉണ്ട്. അത് എവിടെ കിട്ടും? അത് വളരെ റെയർ ആണ്. അതിനൊക്കെ ഒരുപാട് പൈസ വരും, വ്യത്യാസം കിട്ടും. നമ്മൾ വിചാരിച്ച സാധനം കിട്ടും. അത് എവിടെയായിരിക്കും? ഇന്ത്യയിലുണ്ടോ അല്ലെങ്കിൽ നേപ്പാളിൽ നിന്ന് തന്നെ ആയിരിക്കും? രണ്ടു ഭാഗത്തും അവൈലബിൾ ആണ്, പക്ഷേ റെയർ ആണ്. 23 മുഖം. 21. പിന്നെ അതുപോലെ തന്നെ അതിൽ ഡിഫറെന്റ് ആയിട്ട് ശിവപാർവതി, ആഞ്ജനേയ, അങ്ങനെ വേറെയും വരുന്നുണ്ട്, വ്യത്യസ്തമായിട്ടുള്ളത്. ഈ നമുക്കിവിടെ ഏറ്റവും വില കൂടുതൽ ഒരു മുഖം, നമ്മളിപ്പോൾ കൊടുക്കുന്നതിൽ കൂടുതലും ഏകമുഖിക്കാണ് ഏറ്റവും കൂടുതൽ വില വരുന്നത്. കാരണം അത് ഒരു മരത്തില് റെയർ ആയിട്ടേ അത് ഉണ്ടാവുന്നുള്ളൂ. സോ അത് കിട്ടാൻ കുറച്ച് പാടായതുകൊണ്ട് അതിന് റേറ്റ് കൂടും. എൻ്റെ ഒരു ഡൗട്ടാണ്, ഇപ്പൊ ഈ ഒരു മുഖം, ഇരുമുഖം, ഒരു മരത്തെ തന്നെ ഉണ്ടാവുന്ന രുദ്രാക്ഷത്തില് ഡിഫറെന്റ് മുഖങ്ങൾ ഉണ്ടാവും. അങ്ങനെയാണല്ലേ? ഞാൻ വിചാരിച്ചത് ഒരു മുഖമുള്ള രുദ്രാക്ഷം ഒരു കാറ്റഗറി അങ്ങനെയാണ്. ഞാൻ അങ്ങനെ എത്രയോ ടൈപ്പ്, ഒരു മരത്തിൽ തന്നെ പല കായകൾ അങ്ങനെ വരുന്നത് ലക്കാണ് നമുക്ക് കിട്ടുന്നത്. ഈവൻ കേരളത്തിൽ തന്നെ ചില വീടുകളിലുണ്ട്. നമ്മുടെ തന്നെ ചില കസ്റ്റമേഴ്സ് നമുക്ക് ഫോട്ടോസ് ഒക്കെ അയച്ചു തരാറുണ്ട്. അവരുടെ വീട്ടിൽ കൂടുതലും പഞ്ചമുഖിയാണുള്ളത്, അതായത് 5 മുഖങ്ങൾ. അത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. അത് മാത്രമല്ല ഏറ്റവും അബണ്ടന്റ് ആണ്. അപ്പൊ നമ്മൾ കാണുന്ന മാലകളും ബ്രേസ്ലെറ്റും ഒക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് പഞ്ചമുഖിയിലാണ്. അത് പല സൈസിലും അവൈലബിൾ ആണ്. സോ മാലകൾക്കൊക്കെ ചെറിയ സൈസിനൊക്കെ കൂടുതലും പഞ്ചമുഖി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു സ്പിരിച്വൽ ഇതിൽ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു മുഖമുള്ള അതിന്റെ ഒരു ഗുണം എന്തൊക്കെയാണ് അവർ പറയുന്നത്? ഏകമുഖി ആക്ച്വലി കുറച്ചും കൂടെ സ്പിരിച്വൽ വാല്യൂ കൂടുതലുള്ള ആൾക്കാർ യൂസ് ചെയ്യുക എന്നാണ് നമ്മൾ പറയുന്നത്. ലൈക്ക് കുറച്ചും കൂടെ ഒരു സന്യാസം, അതല്ലെങ്കിൽ ഈ ഓൾമൈറ്റി ആയിട്ട് കണക്റ്റഡ് ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അത് പൂജിച്ചിട്ടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും പൂജാമുറിയിലാണ് കൂടുതലായിട്ട് ധരിക്കാം. പക്ഷേ ധരിക്കുകയാണെങ്കിൽ അത്രയും നമ്മൾ ശുദ്ധി വരുത്തി നടക്കുന്ന ഒരാളായിരിക്കണം. ഓക്കെ ഓക്കെ. ഉഡായ്പ നടത്തുന്നവർക്കൊന്നും അത് പറ്റില്ല. ഓക്കെ. പിന്നെ അതാണ്, അതിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് അല്ലേ ഇവിടെ? ഓക്കെ. ഇത് ശരിക്കും രുദ്രാക്ഷത്തിന്റെ ഒരു ഐതിഹ്യം സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നാണെന്നറിയോ? പുരാണവുമായിട്ട് കണക്റ്റഡ് ആണ് രുദ്രാക്ഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് ആൾക്കാർ അത്രയും സേക്രഡ് ആയിട്ട് കാണുന്നത്. ഇപ്പോൾ രുദ്രന്റെ അക്ഷിയിൽ നിന്ന്, അതായത് ശിവന്റെ കണ്ണിൽ നിന്നും ഉത്ഭവിച്ച കണ്ണുനീരിൽ നിന്നുണ്ടായ മരത്തിൽ നിന്നുണ്ടായ കായ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഈ രുദ്രാക്ഷം പ്രോപ്പർ അങ്ങനെ എഴുതിയിട്ടുണ്ട്. സോ അന്ന് മുതലേ കണക്റ്റഡ് ആയിട്ട്, ഈവൻ നമ്മളിപ്പോ കാണുന്ന ശിവന്റെ ചിത്രങ്ങളോ കാര്യങ്ങളോ എല്ലാത്തിലും രുദ്രാക്ഷം കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണക്ഷനാണ് ഇപ്പോഴും ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. പക്ഷെ എന്ന് കരുതി നമ്മുടെ ഒരു അഭിപ്രായത്തിൽ ഒരുപാട് ലൈക്ക് നിഷ്ഠകളോ ചിട്ടകളോ അങ്ങനെ വളരെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല.
നിങ്ങൾ പ്രോപ്പർ ആയിരിക്കുക. പിന്നെ ഇപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ ഒരുപാട് പേര് വളരെ ഫാഷനബിൾ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് ബാൻഡുകളിലേക്ക്, മ്യൂസിക് സിനിമയിലൊക്കെ ഒരുപാട് വളരെ ഫാഷനബിൾ ആയിട്ട് ട്രെൻഡായി. പല മ്യൂസിക് പറഞ്ഞാലോ മ്യൂസിക് ബാൻഡുകളും യൂണിഫോം, നാടൻ പാട്ട് ടീമുകളുടെ എല്ലാവരും രുദ്രാക്ഷമൊക്കെ ഇട്ട് ഇതൊരു ട്രെൻഡിലേക്ക് മാറി. അപ്പോൾ അങ്ങനെയും യൂസ് ചെയ്യാം. പക്ഷേ ആര് യൂസ് ചെയ്യണമെങ്കിലും ഒറിജിനൽ വേണമെങ്കിൽ താങ്കളുടെ അടുത്ത് വന്നാൽ മതി. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സന്തോഷം. ഇനിയിപ്പോൾ രുദ്രാക്ഷം മറ്റേ നമുക്ക് കല്ലുകളിലേക്ക് വരാം. നമ്മൾ ആദ്യം തുടങ്ങിയതും ഈ സ്റ്റോൺസിൻ്റെ കാര്യങ്ങളാണ്. നിരവധി പല ടൈപ്പ് സ്റ്റോണുകളാണ് വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഇത് എവിടെ നിന്ന് മേടിക്കും, എങ്ങനെ മേടിക്കും എന്നാണ് ഇപ്പോഴും ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉള്ളത്. നമ്മൾ വിശ്വസിക്കുന്ന പല സ്ഥാപനങ്ങളിലും ചെന്നിട്ട് മേടിക്കും, പക്ഷെ അത് ഒറിജിനൽ ആണോ എന്ന് ഇപ്പോഴും നമുക്കറിയില്ല. ഒരു വിശ്വാസം എന്ന് പറയുന്നത് അവിടുത്തെ സെയിൽസ്മാൻ പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സത്യത്തിൽ ഒറിജിനൽ സ്റ്റോൺ എങ്ങനെയാണ് താങ്കൾക്ക് കിട്ടുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആക്ച്വലി ഒരുപാട് യാത്ര ചെയ്തിരുന്ന സന്ദർഭങ്ങളിൽ നോർത്തിൽ ഈ ഐറ്റംസ് ഇങ്ങനെ കാണാനിടയായി. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതെന്താണ് എങ്ങനെയാണ് എന്നുള്ളത് പഠിച്ചു. നമ്മുടെ നാട്ടിൽ ഇത് അന്ന് ഒരു 2 years മുമ്പ് ഇത് അത്ര അവൈലബിൾ അല്ല. ഇതെന്താണെന്ന് ആൾക്കാർക്ക് വലിയ രീതിയിൽ അറിയില്ല. ഇതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് സ്പിരിച്വലായിട്ട് അറിയുന്നവർ മാത്രമാണ് കൂടുതലും സ്റ്റോൺസ് യൂസ് ചെയ്തിരുന്നത്. ഐ മീൻ സ്റ്റോൺസിൻ്റെ ബ്രേസ്ലെറ്റ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓക്കെ, അത് ഇവിടെ കുറച്ച് കൂടിയ പ്രൈസിനാണ് കിട്ടിയിരുന്നത്. പക്ഷെ നമുക്കിത് നോർത്തിൽ പ്രോപ്പർ ജനറേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് കിട്ടും. സോ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐഡിയ തോന്നിയത്, എന്തുകൊണ്ട് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഐറ്റംസ് ചെറിയ പൈസയ്ക്ക് നമ്മുടെ നാട്ടിൽ എത്തിച്ചുകൂടാ എന്നാണ്. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ഗുജറാത്തിൽ നിന്നാണ് ഇത്. ഗുജറാത്ത്, രാജസ്ഥാൻ ഏരിയകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിന്റെ മാർക്കറ്റ് ഉള്ളത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റ് ഗുജറാത്താണ് സ്റ്റോൺസിന്റെ. അവിടെ നിന്നാണ് ഇതെല്ലാം നമ്മൾ നേരിട്ട് പോയിട്ട് എല്ലാ ക്വാളിറ്റിയും വരുന്നത് അവിടെ തന്നെയാണോ? ഓൾമോസ്റ്റ് അവിടെ നിന്നാണ്. ഇപ്പം ഈ സ്റ്റോൺസ് ഇപ്പം നമ്മൾ കളക്ട് ചെയ്യുന്നത് നമുക്ക് ഇവിടെ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയതിൽ ഏറ്റവും വിലപിടിപ്പുള്ള സ്റ്റോൺ ഏതാണ്? ഡിപ്പെൻസ് ആണ്. കാരണം ഇപ്പോൾ സ്റ്റോൺസിൽ തന്നെ പല നമ്മൾ ഇപ്പോൾ നോർമലി യൂസ് ചെയ്യുന്ന ഇതുപോലുള്ള ബ്രേസ്ലെറ്റ്സ് എന്ന് പറയുന്നത് ഇതെല്ലാം സ്റ്റോൺസ് ആണോ? അതെ, നാച്ചുറൽ സെമി പ്രഷ്യസ് സ്റ്റോൺസ് എന്ന് പറയും. ഓക്കെ, ഇതിൽ തന്നെ മിക്സ്ഡ് ഓഫ് സ്റ്റോൺസ്. ഇത് ഊരാൻ പറ്റുമോ? ഒന്ന് തരാമോ? ഇതിലിപ്പോൾ 3 സ്റ്റോൺസ് ഉണ്ട്. വെയിറ്റ് ഉണ്ടാവും. അതിൽ ടൈഗർ ഐ, ബ്ലാക്ക് ഒബ്സിഡിയൻ, പൈറേറ്റ്, ഈ 3 ടൈപ്പാണ് ഇതിൽ വരുന്നത്. അതെ. അപ്പോൾ ഇത് നാച്ചുറൽ സെമി പ്രഷ്യസ് സ്റ്റോൺസ് എന്ന് പറയും. അപ്പോൾ ഇത് കോമൺ ആയിട്ട് തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാം. പിന്നെ അതല്ലാതെ നമ്മൾ ഇപ്പോൾ മോതിരമൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ, അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയത് ഒരു ടൈമിൽ ഒരു മാവുങ്കൽ എന്ന് പറയുന്നൊരു പുള്ളിക്കാരനാണ് ഇവിടെ സ്റ്റോണിന്റെ ട്രെൻഡ് ആക്കിയതും ആൾക്കാർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടതും അതിലായിരുന്നു. ഓക്കെ, അപ്പൊ അതിനുശേഷമാണ് പലരും ഇത് ധരിക്കുമ്പോൾ ഇത് മറ്റേ ഡ്യൂപ്പാന്ന് പറഞ്ഞു തുടങ്ങി. പക്ഷേ ഒറിജിനൽ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. ഓക്കെ, പറയൂ. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ആഭരണങ്ങളിലാണ് ധരിക്കുന്നത്. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അത് പറയുന്നതുകൊണ്ടും പ്രശ്നമുണ്ടോ എന്നറിയില്ല, ലൈക്ക് സ്വർണ്ണവില കൂടുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു പവൻ എന്ന് പറയുമ്പോൾ നമ്മൾ പണിക്കൂലി എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് 1 ലക്ഷം രൂപയുടെ മുകളിലായി. അപ്പോൾ ആഭരണങ്ങളിലുള്ള ആൾക്കാരുടെ ചിന്തകൾ മാറി തുടങ്ങി. ലൈക്ക് ഇപ്പോൾ ഒരുപാട് പേര് കണക്റ്റഡ് ആയിട്ട് ലൈക്ക് ഇതിൽ തന്നെ സ്വർണം കെട്ടിച്ചിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് സ്വർണത്തിന്റെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കണമെങ്കിൽ എത്രത്തോളം പൈസയാവും? അതിന്റെ 4/1 പൈസ വരുള്ളൂ ഇതുപോലെയുള്ള സ്റ്റോൺസ് കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ. സോ ആഭരണങ്ങളിലുള്ള നമ്മളുടെ കൺസെപ്റ്റ് കാര്യങ്ങൾ മാറി തുടങ്ങി. അപ്പോൾ അതിൽ പ്രോപ്പറായിട്ട് ജെന്യൂൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് എവിടെ കിട്ടാമെന്നാണ് നോക്കുന്നത്. ഇതിൽ തന്നെ നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഉത്സവങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന വില കുറഞ്ഞ ആഭരണങ്ങളുണ്ട്. അപ്പോൾ ഇതെന്താണ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല. നമ്മളത് നമ്മുടെ ഒരു വിശ്വാസത്തിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. പിന്നീട് ഇപ്പോൾ സെലിബ്രിറ്റീസ് ഒക്കെ ഒരുപാട്, ലാലേട്ടൻ അല്ലെങ്കിൽ ഫഹദ്, ഒരുപാട് പേര് കോമൺ ആയിട്ട് ഇതുപോലുള്ള ബ്രേസ്ലെറ്റ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഇപ്പോൾ ആൾക്കാരുടെ ഇടയിൽ ഇപ്പോൾ പ്രോപ്പറായിട്ട് പെർട്ടിക്കുലർ സ്റ്റോൺ ചോദിച്ചിട്ട് വരും. 7 ചക്ര ഉണ്ടോ, അതല്ലെങ്കിൽ ഇന്ന അവഞ്ചറിൻ ഉണ്ടോ എന്ന് ചോദിച്ച് പേരുകളെന്ന് പറഞ്ഞേ. 7 ചക്ര എന്ന് പറയുന്നത് ഇതാണ്. 7 സ്റ്റോൺസ് പ്ലസ് ഒരു ഹെമറ്റൈറ്റ് സ്റ്റോൺ വെച്ച് കണക്ട് ആയിട്ട് വരുന്ന 8 സ്റ്റോൺ ടോട്ടൽ വരും. 7 ചക്ര ആണ്. അതായത് ഓരോ സ്റ്റോൺസും നമ്മുടെ സ്പിരിച്വലി പറയുന്ന ഓരോ ചക്രാസ് ഉണ്ടല്ലോ, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. എല്ലാത്തിന്റെയും ഗുണങ്ങൾ വരിക എന്നുള്ള ഒരു രീതിയിൽ. പിന്നെ ഇപ്പൊ സ്ത്രീകളൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഡ്രസ്സിനും യൂസ് ചെയ്യാം. അതിന്റെ പേര് 7 ചക്ര. പിന്നെ എന്തൊക്കെ പേരുള്ള?
പിന്നെ കേൾക്കുമ്പോൾ ചിലപ്പോൾ തമാശയായിട്ട് തോന്നും. ഇപ്പോൾ മണി മാഗ്നറ്റ് എന്ന് പറയും. ആക്ച്വലി ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന പേരിലുള്ളത് തന്നെയാണ്. അതായത് ധനാകർഷണം എന്ന് പറയുന്നത് പോലെ ആ സ്റ്റോൺസിന്റെ കളക്ഷൻ ഒരുമിച്ച് വരുമ്പോൾ അത് നമുക്ക് വെൽത്ത് പ്രോസ്പെരിറ്റി കൊണ്ടുവരുന്നുള്ളതാണ്. എന്ന് കരുതി അത് നമ്മൾ ധരിച്ചിട്ട് ചുമ്മാ ഇരുന്നാൽ നമുക്ക് കാശ് വരില്ല. ഇതിന്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കലും കൂടിയാണ്. ഇപ്പോൾ ലൈക്ക് ഒരു ആനവാൽ മോതിരം നമ്മൾ ധരിക്കുന്ന സമയത്ത് പേടി മാറുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് ധരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു സജഷൻ കൊടുക്കുകയാണ്, നിങ്ങളിത് ധരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പേടി കുറയും എന്നുള്ളത്. സോ ഹാഫ് അവിടെ തന്നെ കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മൾ ധരിക്കുമ്പോൾ ഓക്കെ നമുക്കൊരു സപ്പോർട്ടീവ് സിസ്റ്റം ആയിട്ട് അത് വർക്ക് ചെയ്യാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ് അതിന്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കലാണ്. അതുപോലെ തന്നെയാണ് ഈ സ്റ്റോൺസ് എല്ലാം. ഇപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ, ഫോക്കസ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ടൈഗർ ഐ പറയാറുണ്ട്. അപ്പോൾ അത് ധരിക്കുന്ന സമയത്ത് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ജസ്റ്റ് ഇത് ധരിച്ചുകൊണ്ട് മാത്രം അവന് നന്നായി പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കണം. പക്ഷേ നമ്മളിത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അയാൾ അത് വാങ്ങുമ്പോൾ ഓക്കെ നിനക്ക് നല്ല രീതിയിൽ വരും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന സമയത്ത് നല്ലത് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു പോസിറ്റിവിറ്റി നമ്മളിൽ ഫീൽ ചെയ്യും. അതിന്റെ കൂടെ നമുക്കൊരു സപ്പോർട്ടീവ് ആയിട്ട് അത് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അതല്ലാതെ ആ ഒരു സ്റ്റോൺ കൊണ്ട് മാത്രം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എല്ലാം അങ്ങ് കിട്ടുക എന്നുള്ള രീതിയിലല്ല. അതിന്റെ ഒരു സപ്പോർട്ട് ഒരു സൈഡിലുണ്ട്. താമ്പാതി ദൈവം പാതി എന്ന് പറഞ്ഞിട്ട് പകുതി സ്റ്റോണിന്റെ സപ്പോർട്ട് ബാക്കി നമ്മൾ പഠിക്കുമ്പോൾ ഓക്കെ ഇത് എല്ലാത്തിലും നിങ്ങളെ സമ്മതിച്ചു തന്നിട്ടോ. ഇത് തുറന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങളെല്ലാവരും. കാരണം കാര്യങ്ങൾ പറഞ്ഞു ഒരാൾക്ക് കൊടുക്കുന്നതും പറയാതെ കൊടുക്കുന്നതും രണ്ടാണ്. പറയാതെ കൊടുക്കുമ്പോഴാണ് തെറ്റിദ്ധാരണകൾ വരുന്നത്. ആക്ച്വലി ഞാനിപ്പോ ജസ്റ്റ് ചുമ്മാ ഒരു സ്റ്റോൺ എടുത്തിട്ട് ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നല്ല പൈസ വരും എന്ന് പറഞ്ഞാൽ അങ്ങനെ കേൾക്കാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. ഒരുപാട് പേര് അങ്ങനെ ചോദിച്ചിട്ട് വരാറുണ്ട്. പക്ഷെ നമ്മളെ കുറച്ച് ആദർശങ്ങളുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ കൊടുക്കാറില്ല. ഇതുപോലെ പ്രോപ്പർ ആയിട്ട് പറയും. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഉണ്ടായി, അത് കേട്ട് കഴിഞ്ഞ് തമാശയായിട്ട് തോന്നും. ഒരാൾ മണി മാഗ്നറ്റ് വാങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കുകയാണ്, ചേട്ടാ ഇത് വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു, എനിക്ക് കാശ് വരുന്നില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും മെസ്സേജ് കിടപ്പുണ്ട് വാട്സാപ്പിൽ. അപ്പോൾ നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നില്ല, എനിക്ക് കാശ് വരുന്നില്ല. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ 2 വർഷത്തിനിടയിൽ ഒരു മെസ്സേജ് വരുന്നത്. ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ ജോലിക്ക് പോയിരുന്നു, ഇപ്പം നിർത്തിയത്. ഇത് മേടിച്ചത് കൊണ്ട് ആള് നിർത്തിയെന്ന് പറയണ്ടേ, ഇത് കമ്മട്ടല്ലേ ഞാൻ തന്നത്. ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു, ലൈക്ക് അങ്ങനെ ചിന്തിക്കരുത്, നമ്മൾ വർക്ക് ചെയ്യണം, അതിന്റെ കൂടെ അതൊരു സപ്പോർട്ടീവ് ആയിട്ട് ചെയ്യാണ് ചെയ്യുക. സോ അത് ശരിക്കും അന്ധവിശ്വാസത്തിലേക്ക് പോകും. ഒരിക്കലും അങ്ങനെയല്ല. അതുകൊണ്ടാണ് നമ്മളത് സ്പിരിച്വൽ ആൻഡ് ഫാഷനബിൾ ആ ഒരു രീതിയിൽ യൂസ് ചെയ്യുക. നമുക്കൊരു സപ്പോർട്ടീവ് സിസ്റ്റം. ഓക്കെ, ഞാൻ ഇവിടെ ഈ ഒരു അവസരത്തിൽ ചോദിക്കുകയാണ്, ഇപ്പൊ താങ്കളെ കിട്ടിയോണ്ട് ചോദിക്കുകയാണ്. ഞങ്ങൾ പണ്ടൊരിക്കൽ മറൈൻ ഡ്രൈവിൽ പോയപ്പോൾ ഒരു കൈ നോക്കുന്ന ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയാം, അയാളുടെ കയ്യിൽ ഇതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, പൊടിക്കേക്കുകൾ. എന്നിട്ട് പറഞ്ഞു, പെൺകുട്ടികളെ ആകർഷിക്കാനുള്ള ഒരു മോതിരമുണ്ട്, ഇത് മേത്ത് ധരിച്ചാൽ മതി. അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഒറിജിനൽ ഉള്ളതാണോ? അത് പറഞ്ഞപ്പോൾ നമ്മുടെ ക്യാമറാനൊക്കെ എഴുന്നേറ്റ് നോക്കണ്ട് ഉള്ളതാണോ? ആക്ച്വലി അങ്ങനത്തെ സാധനങ്ങൾ ഞാനും കണ്ടിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരു ഡീപ്പായിട്ടുള്ള നോളജ് സത്യത്തിൽ എനിക്കില്ല. കാരണം ഞാനത് വിൽക്കുന്നുമില്ല, അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് അറിയില്ല. ആവശ്യമുള്ളവർക്ക് അങ്ങനത്തെ സാധനം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന ഈ പറഞ്ഞൊരു സ്റ്റോൺ ഒരാൾ ഇന്ന സ്റ്റോൺ എത്തിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് പ്രോപ്പർ ജെന്യുവൻ സ്റ്റോൺ എത്തിച്ചു കൊടുക്കും. പക്ഷേ ഈ സ്റ്റോൺ നിങ്ങൾ ഉപയോഗിച്ച് വശീകരിക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കില്ല. അതൊക്കെ നിങ്ങളുടെ കാര്യം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ. പക്ഷെ ഈ പറയുന്ന ഇപ്പൊ ഒരാൾ ഇപ്പൊ നമുക്ക് നിർദ്ദേശിക്കുന്ന സ്പിരിച്വൽ ആണെങ്കിലും ഫാഷനബിൾ ആണെങ്കിലും നിർദ്ദേശിക്കുന്ന എല്ലാ സ്റ്റോണും ഒറിജിനൽ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ അവൈലബിൾ ആണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. അത് നമ്മൾ ഡയറക്റ്റ് തന്നെ പോയി ഇത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് വരുന്നതാണ്. ഈവൻ നമ്മുടെ പേജിൽ ഇപ്പോൾ വിഭ കളക്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഡയറക്റ്റ് ഗുജറാത്തിൽ നിന്ന് എടുക്കുന്ന വീഡിയോസ് തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഇതേപോലത്തെ വിലപിടിപ്പുള്ള സ്റ്റോണുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഇവിടുന്ന് കിട്ടും. നമുക്ക് ആക്ച്വലി ഇത് കുഴിച്ചെടുക്കുന്നതാണ്. പക്ഷെ ഇവിടെ ആരും അങ്ങനെ ട്രൈ ചെയ്യാത്ത, അതുകൊണ്ടാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, മണ്ണ് വരെയുള്ള പരിപാടി നോക്കിയുള്ളത്. ഓക്കെ, സീരിയസ്ലി അത് എന്തുകൊണ്ട്? കാരണം ഞാൻ അട്ടപ്പാടിയൊക്കെ, ഞാൻ യോഗ ഇൻസ്ട്രക്ടറാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അട്ടപ്പാടിയൊക്കെ ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ താമസിക്കുന്ന ആൾക്കാർ അവർ കാട്ടിൽ പോയി കുഴിച്ചെടുത്ത റോസ് ക്വാർട്സ്, ക്ലിയർ ക്വാർട്സിന്റെ ഒക്കെ സ്റ്റോൺസ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒറിജിനൽ സ്റ്റോൺസ് തന്നെ. പക്ഷെ അതൊരു വാണിജ്യാടിസ്ഥാനത്തിൽ ഇവിടെ ആരും അത് ചിന്തിച്ചിട്ടില്ല. അതല്ലെങ്കിൽ അത്രയും അബണ്ടന്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കില്ല, ചെറിയ രീതിയിലൊക്കെ കിട്ടുന്നുണ്ടായിരിക്കുള്ളൂ. സോ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇത് കണ്ട സമയത്ത് ഓക്കെ ഇങ്ങനെ എന്തുകൊണ്ട് ഇതിവിടെ ചെയ്തുകൂടാ എന്നൊരു ഐഡിയ തോന്നിയത്. ഇപ്പൊ സ്ത്രീകളൊക്കെ ആഭരണങ്ങളിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കല്ലുകൾ ഏതാണ്?
ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിൽ തന്നെ ജന്മനക്ഷത്ര കല്ലുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റൂബി, എംറാൾഡ്, സഫയർ, അതിലാണ് ഏറ്റവും കൂടുതൽ ഫേക്ക് വരുന്നത്. കാരണം അത് എംറാൾഡിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ. അതെ അതെ, അത് നമ്മൾ ഹീറ്റ് ചെയ്ത് കളർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അതിൽ. അങ്ങനെ മാർക്കറ്റിൽ ഒരുപാട് വരുന്നുണ്ട്. അതും നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്. ജമോളജിക്കൽ ലാബിൽ നിന്ന് നമ്മൾ കൊണ്ടുപോയി ചെക്ക് ചെയ്താലാണ് അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് ഈ പറഞ്ഞ പ്രീമിയം ഐറ്റംസ് എല്ലാം നമ്മൾ ലാബ് സർട്ടിഫൈഡ് ആയിട്ടാണ് എത്തിച്ചു കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്. അതെ അതെ. ഓക്കെ. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലാക്ക് മാർക്കറ്റിൽ ഈ പകുതി പൈസയ്ക്ക് തരാന്നൊക്കെ പറഞ്ഞ് വന്ന് മേടിച്ച് പറ്റിക്കപ്പെടുന്നതിനെക്കാട്ടി നല്ലത് കറക്റ്റായിട്ട് നമ്മുടെ അടുത്ത് സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള ഇത് നമ്മൾ കൊടുക്കും അല്ലേ? ഇഷ്ടം പോലെ പല സ്ഥലങ്ങളിലും കേൾക്കുന്നുണ്ട് ഇങ്ങനെ കല്ലുകൾ ഇതുകൊണ്ട് പലരും പോലീസുകൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ജന്മ നക്ഷത്ര കല്ലുകൾ ഓരോരുത്തരുടെ അതെന്താണ് അതിന്റെ പുറകിലെ ഐതിഹ്യം എന്താ? അതും ഈ പറഞ്ഞതുമാതിരി ഒരു മോർ ദാൻ ഒരു സ്പിരിച്വൽ കണക്ഷനാണ്. ലൈക്ക് ഇപ്പോൾ ഓരോ രാശിയിൽ ജനിക്കുന്ന സമയത്ത് അപ്പോൾ ഉണ്ടാകുന്ന ടൈമും കാര്യങ്ങൾക്കും അനുസരിച്ച് ഓരോ സ്റ്റോണിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജീസ് കണക്റ്റഡ് ആയി വരും എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ ഇതിനൊരു ബേസിക് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഓക്വേർഡായിട്ട് തോന്നും, എങ്ങനെയാണ് ഈ സ്റ്റോൺസിലെ എനർജീസ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ടൈൽസ് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ഒക്കെ പതിപ്പിക്കുമല്ലോ. ഇപ്പോൾ ടൈലിൽ കിടന്നാൽ വാദം അല്ലെങ്കിൽ മേൽവേദന വരും, ഗ്രാനൈറ്റ് കുഴപ്പമില്ല എന്ന് പറയും. അതെങ്ങനെയാണ് വരുന്നത്? ആ കല്ല് നമ്മളിൽ എഫക്ട് ചെയ്യുന്നതല്ലേ, അത് തന്നെയാണ് ബേസ്. എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെ ഒരു എനർജി ഉണ്ട്. പക്ഷെ ഇത് ചെറിയ രീതിയിലാണെങ്കിൽ പോലും സ്ഥിരമായിട്ട് നമ്മൾ അത് ടച്ച് ചെയ്തിടുമ്പോൾ അതിൻ്റെ ആ ഒരു എനർജി നമുക്ക് കൂടി പാസ് ചെയ്തിരുന്നു. ഓക്കെ. അതാണ് ഓരോ ജന്മദിനും ഓരോ കല്ലുകൾ പറയുന്നത്. അതും ഈ പറഞ്ഞതുപോലെ കൂടുതൽ താല്പര്യത്തോടെ വരുന്നവരുടെ അടുത്ത് നമ്മൾ ഒരു ആസ്ട്രോളജറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റോൺ പറയൂ, നമ്മൾ ആ ഒറിജിനൽ സ്റ്റോൺ കൊണ്ടുവരാം. നമ്മൾ കൂടുതൽ അത് കൺസൾട്ട് ചെയ്ത് കൊടുക്കാറില്ല. ശരി, നിങ്ങൾ കൺസൾട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് പറഞ്ഞോളൂ, നമ്മൾ സ്റ്റോൺ എത്തിച്ചു തരാം. ഏതാണെങ്കിലും നമ്മൾ ഒറിജിനൽ നമ്മൾ തരാം. ഇപ്പൊ ഈ കല്ലുകൾ നമ്മളിപ്പോ കളഞ്ഞു കിട്ടുന്ന ആഭരണങ്ങൾ വരെ നമ്മൾ ധരിക്കാറുണ്ട്. ഈ ഇപ്പോൾ സ്പിരിച്വലായിട്ടോ എങ്ങനെയോ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഓരോ എനർജികളാണല്ലോ ഇതെല്ലാം ബാലൻസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ചേരാത്ത കല്ലുകളും ഉണ്ടാവും, അങ്ങനെയുണ്ടോ? ചേരാത്ത കല്ലുകളും ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ചില ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആ രീതിയിലുള്ള ആവശ്യങ്ങളുമായിട്ട് വരുന്നവരുടെ നമ്മളത് ആസ്ട്രോളജറുമായിട്ട് പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്യാനാണ് പറയാം. കാരണം ഇപ്പോൾ എൻ്റെ മാത്രം ഒരു ഐഡിയോളജിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊരു ആഭരണമായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരാൾ നിങ്ങൾക്കൊരു വശ്യം ചെയ്തു അല്ലെങ്കിൽ ഒരു മോശം, ഈ കൂടോത്രം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കൂടുതലും ആൾക്കാർക്ക് വർക്ക് ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിയുമ്പോഴാണ്. ഇപ്പോൾ എനിക്കെതിരെ അയാൾ ഒരു മോശം പറയുന്നുണ്ട്, ഇപ്പോൾ ഒരാളൊരു ഗോസിപ്പ് പറയുന്നു, നിങ്ങളെക്കുറിച്ച് ഒരു മോശം പറയുകയാണെന്ന് വിചാരിക്കുക. ഞാനത് കേട്ട് കഴിയുമ്പോൾ പിന്നെ എൻ്റെ മൈൻഡിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇതെങ്ങനെയെങ്കിലും അത് നന്നായി പറയിപ്പിക്കണം അല്ലെങ്കിൽ തിരുത്തണം. ഇപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല വിചാരിക്കുക, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരാൾ ഒരു കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റോൺ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ആഫ്രിക്കയിലൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്നത് കാണാറുണ്ടല്ലോ. അവർ എല്ലാ സ്റ്റോൺസും കിട്ടുന്ന എല്ലാം ആഭരണമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതിനെക്കുറിച്ച് കൺസേൺഡ് അല്ല. നമ്മളൊരു പരിധിയിൽ കൂടുതൽ നമ്മുടെ മൈൻഡിലാണ് അത് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആരുടെയും വിശ്വാസത്തിന് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ എതിർക്കാനോ ഒന്നും പോകുന്നില്ല. ഇത് എൻ്റെ മാത്രം ഒരു ഐഡിയോളജിയാണ്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ പ്രോപ്പർ ആയിട്ടൊരു ആസ്ട്രോളജറുടെ ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം. ഓക്കെ. ഇപ്പം ഈ കല്ലുകളല്ലാതെ ഇനി നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? നമ്മൾ പറഞ്ഞല്ലോ, ഈ 6-7 ടൈപ്പ് ഓഫ് സ്പിരിച്വൽ ഫാഷനബിൾ ഐറ്റംസ് ആണ് നമുക്ക് വരുന്നത്. അതിൽ മെയിൻ ആയിട്ട് ഇപ്പം നമ്മൾ മുമ്പ് കാണിച്ചു റെഡ് സാൻഡിൽ. അത് ഏതാണെന്ന്? ഓഹോ, ഇത് ഒറിജിനൽ ആണെന്ന് അറിയാൻ കട്ട് ചെയ്ത് തന്നെ നോക്കണം അല്ലേ? കട്ട് ചെയ്ത് നോക്കണം. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓൾറെഡി ഗവൺമെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്നിട്ടാണ്. മറയൂരിന്നാണ്. ഓ, അപ്പോൾ ഒറിജിനൽ നമ്മൾ അവരെ നേരിട്ട് വിശ്വസിക്കുന്നു. അതെ അതെ, നൈസ് നൈസ്, അടിപൊളി. ഇത് നമുക്ക് ആഭരണമായിട്ടാണോ കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ട് നമ്മൾ? ഇല്ല, ഞങ്ങൾ ആഭരണം ആക്കിയിട്ട് അവിടുന്ന് ഡയറക്റ്റ് തരുന്നത്. ഇതിന്റെയൊക്കെ എക്സ്പെർട്ടുകൾ നമ്മൾ ചെയ്യുന്നില്ല. ഓ, ഭാവിയിൽ പ്ലാൻ ഉണ്ട്, ചെയ്യാനുള്ള പരിപാടികളുണ്ട്. എല്ലാം എത്രയും പെട്ടെന്ന് തുടങ്ങട്ടെ. ഇനി നമുക്ക് ഈ പ്രൊഡക്ട്സ് ഒക്കെ, എനിക്ക് ആ രുദ്രാക്ഷം കൂടി ഒന്ന് കാണിച്ചു തരും. രുദ്രാക്ഷം 2-3 ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതിപ്പോ 8 mm പഞ്ചമുഖി രുദ്രാക്ഷമാണ്. 5 മുഖമുള്ളൂ അല്ലേ? അതെ. ഇത് നമ്മൾ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വരുന്നതാണ്, 5 മുഖം തന്നെ. ഇത് ആക്ച്വലി ഋഷികേശ് ഒരു ആശ്രമത്തിൽ അവർ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ് ഈ മാല. നല്ല രസമുണ്ട്. ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. 6 months വരെ നമ്മൾ വാറണ്ടി പറയുന്നുണ്ട്. പ്രോപ്പറായിട്ട് അങ്ങനെ തന്നെ. കളർ പഞ്ചമുഖിയാണോ? പഞ്ചമുഖിയാണ്.
ഇത് ഈ അളവിൽ തന്നെ സെലക്ട് ചെയ്തിട്ടൊക്കെ എടുക്കണ്ടേ? ഇതൊന്നും ഒരു അച്ചില ഉണ്ടാക്കുന്നതല്ലല്ലോ, അല്ല, ഹാൻഡ് മെയ്ഡ് ആയിട്ട് അവർ നല്ല പണിയെടുത്തിട്ടാണ് അതൊക്കെ പുറത്തേക്ക് വരുന്നത്. ഓക്കെ. ഇനി ഈ ആഭരണങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തുനിന്ന് ഇപ്പോൾ ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരാൾക്ക് ഇപ്പോൾ പാലക്കാടല്ല, ഇപ്പോൾ എറണാകുളത്തുള്ളതായിക്കോട്ടെ, മേടിക്കണമെങ്കിൽ അവിടെ തന്നെ വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമുക്കിപ്പോൾ ആൾക്കാർക്ക് ഇത് ആവശ്യമുണ്ട്, ബന്ധപ്പെടണം എന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളുടെ ഇൻസ്റ്റാ പേജ് വഴി വിഭ കളക്ഷൻസ്, അതല്ലെങ്കിൽ നമ്മളുടെ ഓൺലൈൻ സ്റ്റോർ ഉണ്ട് vipa.store.link, പിന്നെ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. ഏത് വഴി നമുക്ക് ബന്ധപ്പെടാം. അപ്പം നമ്മൾ കൊറിയർ ചെയ്യും. നമ്മൾ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഈവൻ ഇന്ത്യക്ക് പുറത്തും നമ്മൾ അയക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പം അങ്ങനെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി. അപ്പോൾ എന്തായാലും ഇതേപോലത്തെ നല്ല നല്ല സേവനങ്ങളായിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് ഭയങ്കര രസകരമായിട്ട് തോന്നി കേട്ടോ. കാരണം ഇത്രയും ജെനുവിനായിട്ട് ഒരു കാര്യം തുറന്നു പറയുന്നത് ആദ്യമായിട്ടായിരിക്കും എനിക്ക് ഈ ഒരു മേഖലയിലുള്ള ഒരാൾ. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്കും ആ ഒരു വിശ്വസ്തത അവർക്കും കിട്ടിയിട്ടുണ്ടാവും. എല്ലാവരും നിങ്ങളെ തേടി വരട്ടെ. ഇതേപോലത്തെ സ്റ്റോണെല്ലാം ആവശ്യമുള്ളവരെല്ലാം ഒറിജിനൽ ആയതുകൊണ്ട് എല്ലാം നിങ്ങളുടെ അടുത്തേക്ക് എത്തട്ടെ. ഈ സ്ഥാപനം ഇതേപോലെ തന്നെ ഈ നിങ്ങളുടെ സേവനം ലോകം മൊത്തം എത്തട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.